ഹലോ, നമുക്ക് ഈ സ്റ്റേജിൽ നെറ്റ് എവാലുവേഷൻസിലേക്ക് വരാം. വീഡിയോ കണ്ടിന്യൂ ചെയ്യുവാണ്. സിംപ്ലക്സ് ടേബിൾ കഴിഞ്ഞ പ്രോബ്ലം തന്നെയാണ്. ഈ സ്റ്റേജിലെ നെറ്റ് എവാലുവേഷൻസിലേക്ക് വരാം. നെറ്റ് എവാലുവേഷൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്. നെറ്റ് എവാലുവേഷൻസ് ഓർ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്. റിലേറ്റീവ് കോസ്റ്റ്, ഒറിജിനൽ കോസ്റ്റ് ടേബിളിന്റെ പൊക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോസ്റ്റ് എന്ന് പറയാൻ കാര്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നോൺ ബേസിക് വേരിയബിൾസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുവാന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എഴുതുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് ആണ് കോസ്റ്റ് എന്ന് പറയാ. ഇത് ആക്ച്വൽ കോസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ റിലേറ്റീവ് കോസ്റ്റ് എന്ന് പറയാറുണ്ട്. റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ നെറ്റ് എവാലുവേഷൻസ്. ഈ സ്റ്റേജിൽ ഞാൻ രണ്ട് തരത്തിൽ പറഞ്ഞിരുന്നു. നമുക്ക് എഫ് ഈക്വൽ ടു എന്ന് എഴുതാം. നമുക്ക് ഈക്വൽ ടു തന്നെ അങ്ങ് എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് സിമ്പിൾ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. എഫ് പ്ലസ് എന്നിട്ട് ഈ വാല്യൂ -5 × 2ന്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതുന്നത്. കാരണം നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെയല്ലേ. -5 മൈനസ് ഓഫ് ഈ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നല്ലോ ചെയ്തത്. നമുക്ക് ഫംഗ്ഷന്റെ നോൺ ബേസിക് വേരിയബിൾസിന്റെ ടേംസിൽ ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നോൺ ബേസിക് വേരിയബിൾസ് ആക്ച്വലി 0 ആണ്. മറ്റേ പാർട്ടിൽ നിന്ന് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടാൻ പോവുകയാണ്. മറ്റേത് വെറുതെ എക്സ്പ്രഷൻ എന്നേ ഉള്ളൂ. നോൺ ബേസിക് വേരിയബിൾസ് ആക്ച്വലി ഈ കേസിൽ x1 ഫസ്റ്റ് ടേബിളിന്റെ കേസിൽ x1 x2 നോൺ ബേസിക് വേരിയബിൾസ് x1 x2 0 ആകാൻ പോവാ. f can be expressed as 0, f plus 0 equal to -5x1 -3x2. x1 x2 non-basic means x1 equal to x2 equal to 0. Therefore actually f equal to 0. Here we write f equal to -5 into 2, this multiplication, -10. f equal to എന്നാ എഴുതുന്നെങ്കിൽ നേരെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ f plus എന്ന് വായിക്കണം. f plus 10 ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്ത പിന്നത്തതിൽ ചെയ്യുന്ന പ്രോസസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്തത് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അടുത്തത് നെറ്റ് എവാലുവേഷൻ ചെയ്യാൻ എന്താ വേണ്ടേ? ഏറ്റവും പൊക്കത്തിലെ കോഎഫിഷ്യന്റ് -5 മൈനസ് ഓഫ് -5 × 1 വേണമെങ്കിൽ ഞാനതൊന്ന് എഴുതാം. -5 മൈനസ് ഓഫ്, പിന്നെ ചെയ്യേണ്ടത് പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. P1ന്റെ നെറ്റ് എവാലുവേഷൻ ചെയ്യാനാ. -5 × 1 0 × 0 0 × 0 മൈനസ് ഓഫ് -5 × 1 വരച്ചിട്ടുണ്ട്. പ്ലസ് മൈനസ് ഓഫ് പുറത്തുണ്ടേ, അതുകൊണ്ട് പ്ലസ് ഇട്ട് 0 × 0 പ്ലസ് 0 × 0. അപ്പൊ ഇത് രണ്ടും 0 ആണ്. -5 പ്ലസ് 5 ദാറ്റ് വിൽ ബി 0. ഇനി നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ഇത്തരം ടേബിളിൽ. 100 എന്ന് പറഞ്ഞാൽ ബേസിക് വേരിയബിളാണ്. ബേസിക് വേരിയബിളിന് എക്സ്പ്രസിംഗ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് നോൺ ബേസിക് വേരിയബിൾസ്. അപ്പൊ ബേസിക് വേരിയബിൾസ് അവിടെ വരത്തില്ല, പ്രസന്റ് ആവത്തില്ല, 0 കിട്ടും. നോൺ ബേസിക് വേരിയബിൾസിനെ കാൽക്കുലേഷൻ ഉള്ളൂ ശരിക്കും പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ സബ്ട്രാക്ഷൻ, ഈ കാണുന്ന മൈനസ് ഓഫ് സബ്ട്രാക്ഷൻ ഉള്ള നിലയ്ക്ക് ഇതിനെ അങ്ങനെ കാണാമായിരുന്നു. ഈ പ്രോഡക്റ്റ് -5 × 2 0 × 0 0 × 6 എടുക്കുമ്പോഴും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന് f ഈക്വൽ ടു എന്ന് എഴുതത്തില്ല. അപ്പോൾ അത് -10 പകരം മൈനസ് ഓഫ് -5 × 2 0 × 0 0 × 6 ഫംഗ്ഷൻ വാല്യൂവിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് +10 വാല്യൂ എഴുതാം. പക്ഷെ അത് f + 10 വായിക്കണം. നമുക്കതിലും സൗകര്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണ്. നമുക്കതിലും സൗകര്യം f നേരെ ടേബിളിൽ നിന്ന് വായിക്കാം. അതുകൊണ്ട് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നേരെ എഴുതിയാം. -5 × 2 -5 is the cost, 2 is the value of the variable. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അതല്ലേ ചെയ്യുന്നത്. ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ x1 equal to 2 എന്നാണ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കണ്ടോ, ഇത് x1 equal to 2. x1 equal to 2 ഇവിടെ കൊടുക്കുമ്പോൾ -5 × 2 -10. x2 അവിടെ ഇല്ല, 0. -3 × 0. x3 ഇല്ല, x4ന്റെ വാല്യൂ 0. x5ന്റെ വാല്യൂ ഉണ്ട്, പക്ഷെ കോസ്റ്റ് 0. അതിവിടെ കൊടുക്കുകയാണ്. അതുകൊണ്ട് അത് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടുന്ന പോലെ തന്നെ എഴുതുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ എഴുതി ശീലിക്കാം. ദെൻ നെക്സ്റ്റ് നെറ്റ് എവാലുവേഷൻ എഴുതി കാണിക്കാം. -3 മൈനസ് ഓഫ് -3 മൈനസ് ഓഫ് പിന്നെന്താ എഴുതണ്ടേ? -5 × P2 1 0 × -3 0 × 5. കുറെ 0 ആയതുകൊണ്ട് എളുപ്പമുണ്ട്. -3 മൈനസ് ഓഫ് -5 × 1 ഉള്ളൂ. ദാറ്റ് മീൻസ് -3 -5 + 5 the value equal to 2. അടുത്ത ഞാൻ എഴുതി കാണിക്കണ്ടല്ലോ. 0 ഈ കോസ്റ്റ് 0 ആണ്, ഈ കോസ്റ്റ് 0 ആണ്. മൈനസ് ഓഫ് -5 × 1 ദാറ്റ് മീൻസ് +5. ഇത് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്താലും അങ്ങനെ കിട്ടത്തുള്ളൂ. കോസ്റ്റ് എല്ലാം 0 അല്ല. -5 വന്നപ്പോൾ ഇവിടെ ടേബിളിലെ V4 വാല്യൂ 0 ആണ്. പിന്നെ രണ്ട് കോസ്റ്റ് 0 ആണ്. പൊക്കത്തിൽ 0 ഉള്ളൂ. റിസൾട്ടിങ് വാല്യൂ വിൽ ബി 0. അല്ലെങ്കിലും
ബേസിക് വേരിയബിൾസിന് 0 കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഇവിടെ P1നും ഈ ടേബിളിൽ സെക്കൻഡ് ടേബിളിൽ P1നും P4നും P5നും 0 വാല്യൂസേ വരത്തുള്ളൂ. ബിക്കോസ് x1, x4, x5 ആർ ഇൻ ദ ബേസിസ്. അത് ബേസിസിലായതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് 0 വാല്യൂസ് ആയിരിക്കും. ഇനി ഒരു ടേബിളിലും ബേസിക് വേരിയബിൾ ബേസിസ് നോക്കി അറിയാം. ബേസിക് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല. അല്ലാത്തതിന് മാത്രം ചെയ്താൽ മതി. നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ടെക്സ്റ്റ് ലൈനിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞല്ലോ. -5 × 2 ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതി. നിങ്ങൾ അങ്ങനെ എഴുതി ശീലിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് പറയണം. അതുകൊണ്ട് നമ്മൾ f = 10 എന്ന് തന്നെ എഴുതുന്നത്. ടെക്സ്റ്റിൽ =, ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ 10 എന്നാണ് വാല്യൂ എഴുതിയേക്കുന്നത്. അപ്പോൾ f+10 = എന്ന് പറഞ്ഞ് ഇവിടുത്തെ വാല്യൂ വായിക്കണം. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് നോൺ ബേസിക് വേരിയബിൾസ് എന്താ? f = -10 + 2x2, ഇവിടെ എന്ന് പറയാം +0x1 + 2x2 + 5x3 + 0x4 + 0x5 എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് നോൺ ബേസിക് വേരിയബിൾസ്. അത് എഴുതി കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്തായിരുന്നു? അതിലെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പ്രോസസ്സ് തീർന്നു. ഹിയർ ഓൾസോ ദ നെറ്റ് എവാലുവേഷൻസ്. ഇനിയിപ്പോൾ കോഎഫിഷ്യൻസ് ഒന്നും പറയണ്ട. ഓൾ ദ നെറ്റ് എവാലുവേഷൻസ് നോൺ നെഗറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 എപ്പോഴും വരും ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെയർഫോർ ഇനി നമുക്കില്ല. ഇവിടെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? മിനിമം ഓഫ് നെഗറ്റീവ്സ് എടുക്കാനായിരുന്നു. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ്സ് ഇല്ല. എല്ലാം പോസിറ്റീവോ 0യോ. നമ്മുടെ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തു. ഹെൻസ് the process is completed. Simplex process is completed and we have the solution. Minimum of f = -10 at x1 പറയാം. at x1 ടേബിളിൽ നോക്കിയാൽ ഈ കാണുന്നതാണ് x1ന്റെ വാല്യൂ. x1 = 2 ടേബിൾ നോക്കിയിട്ട് എഴുതത്തില്ലേ? x2 അവിടെ ഇല്ല. അപ്പോൾ x2 = 0. x3 അവിടെ ഇല്ല. x3 = 0. x4 അവിടെ കാണുന്നുണ്ട് = 0. x4 = 0. x5 6. x5 = 6. പക്ഷെ ഇത്രയൊന്നും നമുക്ക് വേണ്ട. അത് തന്നെയല്ല നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആയിരുന്നു. മാക്സിമൈസ് 5x1 + 3x2 എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രോബ്ലം. അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ ഹോംവർക്ക് ചെയ്തപ്പോൾ അസൈൻമെന്റ് ചെയ്തപ്പോൾ ചിലർ മിനിമം വാല്യൂ തന്നെ എഴുതി നിർത്തി. പക്ഷെ ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്നായിരുന്നു? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു നിങ്ങൾ ആലോചിക്കണം. അപ്പം നമുക്ക് എഴുതേണ്ടത് മാക്സിമം ആണ്. മാക്സിമം ആ ഫംഗ്ഷന് പേരില്ല, അത് എഫ് അല്ല. അപ്പം നമുക്ക് ആ വാല്യൂ തന്നെ എഴുതാം, എക്സ്പ്രഷൻ തന്നെ എഴുതാം. മാക്സിമം ഓഫ് 5x1 + 3x2 = നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ചെയ്തിരിക്കുന്നത്. = അപ്പോൾ സൈൻ മാറ്റണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മിനിമൈസേഷൻ ആക്കി. അപ്പോൾ കിട്ടിയ വാല്യൂവിനെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാക്സിമം വാല്യൂ കിട്ടും. = 10 അറ്റ്. അവിടെയും നമ്മളോട് സ്ലാക്ക് ചോദിച്ചിട്ടില്ല, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ലേ സ്ലാക്ക്. ശരിക്കുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? x1ഉം x2 ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ പറഞ്ഞു കൊടുത്താൽ മതി. മറ്റവരുടെ കാര്യം പ്രസക്തമല്ല. x1 = 2 ആൻഡ് x2 = 0. x1 = 2 ആൻഡ് x2 = 0. അതിന് പകരം അറ്റ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓർഡേഡ് പെയർ ആയിട്ട് എഴുതാം. x1 2 x2 0. ഒത്തിരി വേരിയബിൾസ് ഉണ്ടെങ്കിലും അതിനെ അതിന്റെ കറസ്പോണ്ടിങ് എൻഡ്യൂപ്പിൾ ആയിട്ട് വേണമെങ്കിലും എഴുതാം. ഓർ അറ്റ് 2 0. x1 2 x2 0. അപ്പൊ അതാണ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. അപ്പൊ ഒന്നുകൂടി പറയേണ്ട കാര്യം ഉണ്ടോ? ഫസ്റ്റ് ടേബിളിൽ എന്താ ചെയ്യുക? ഈ സ്റ്റാൻഡേർഡ് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളിൽ വാല്യൂ എഴുതി. ബേസിസിലുള്ള വേരിയബിൾസ് x3 x4 x5. കോഎഫിഷ്യൻസ് ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നോക്കി 0 0 0 എന്ന് എഴുതി. ബി എന്ന് പറയുന്ന ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ്. പിന്നെ ഇക്വേഷൻസ് ആണ് നേരെ എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ f = 0 ആയിരിക്കും എല്ലാ ടേബിളിലും. റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസും ഒറിജിനൽ കോസ്റ്റ് കോഎഫിഷ്യൻസും സെയിം ആയിരിക്കും. അത് നേരെ എടുത്ത് എഴുതിയാൽ മതി. അവിടുത്തെ ലീസ്റ്റ് നെഗറ്റീവ് -5 നമ്മൾ സെലക്ട് ചെയ്തു. -5 സെലക്ട് ചെയ്യുമ്പോൾ x1 ബേസിസിലേക്ക് വരും. ആര് പോവും എന്ന് തീരുമാനിക്കാൻ b/p1. ആ കേസിൽ b/p1 എടുത്തു. b/p1 എന്ന് പറയുന്നതിലെ മിനിമം. അവിടെയും നെഗറ്റീവ്, അവിടെ നമ്മൾ നെഗറ്റീവ് റേഷ്യോസ്, ഇവിടെ നെഗറ്റീവ്സ് മാത്രമേ പരിഗണിക്കത്തുള്ളൂ. ഇവിടെ നെഗറ്റീവ് b/piയിൽ നെഗറ്റീവ് റേഷ്യോസ് പരിഗണിക്കത്തില്ല. അല്ലാണ്ട് ലീസ്റ്റ് എടുക്കുക. ലീസ്റ്റ് വാല്യൂ ഈസ് 2. ലീസ്റ്റ് വാല്യൂ 2 ഉണ്ട്. നമ്മൾ സൗകര്യം അനുസരിച്ച്, പിന്നത്തെ നമ്മുടെ കാൽക്കുലേഷന്റെ സൗകര്യം അനുസരിച്ച് ആദ്യത്തെ 2നെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അവിടെ 5 വന്നാൽ നമ്മൾ 6 ആയ മുഴുവൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ തന്നെ സെലക്ട് ചെയ്യുന്നു. 2 2ൽ ഏത് വേണേലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സൗകര്യം കൊണ്ടാണ് നമ്മൾ ഈ
2നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ പൊസിഷനിൽ 1 എന്ന് പറഞ്ഞാൽ x1 ബേസിസിലേക്ക് വരാൻ പോവുക. അപ്പോൾ P1ന്റെ കോളം എന്താണ്? 1 0 0 എന്നാണ്. അപ്പോൾ 5ഉം 3യും 0 ആക്കാൻ ദിസ് ഇസ് കോൾഡ് ദ സോഴ്സ് റോ. എവിടെയാ സെലക്ഷൻ നിൽക്കുന്നത് എന്നുള്ളത് നമ്മളുടെ സോഴ്സ് റോ എന്ന് പറയാം. സെലക്ഷൻ നിൽക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് റോയിലാണ്. ദിസ് ഈസ് ദ സോഴ്സ് റോ. ഈ കാണുന്നതാണ് സോഴ്സ് റോ. മഞ്ഞ നിറത്തിൽ ഞാനിപ്പോൾ വരച്ചു വെക്കുന്നതാണ് സോഴ്സ് റോ. അപ്പോൾ ആ സോഴ്സ് റോ ഉപയോഗിച്ച് വേണം മറ്റ് കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാൻ. അത് ആലോചിക്കാം. അപ്പോൾ അടുത്ത ചെയ്ത് അങ്ങനെയാണ് ഈ 5നെ 0 ആക്കാൻ. സെക്കൻഡ് റോയിലെ എലമെന്റ്സിന്റെ അകത്തുനിന്ന് ഫസ്റ്റ് റോയിലെ മഞ്ഞ നിറത്തിൽ കാണുന്ന റോയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് റോ അതേപോലെ എഴുതി. അങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് റോ കിട്ടിയിരിക്കുന്നത്. തേർഡ് റോ 3 ആ കാണുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈങ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ സോഴ്സ് റോ ബൈ 3. മഞ്ഞ നിറത്തിലുള്ളതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈനൽ റോയിൽ നിന്ന് തേർഡ് റോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് തേർഡ് റോ കിട്ടിയത്. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. എഫിന്റെ വാല്യൂ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷനിൽ -5 ഇൻറ്റു എഫിന്റെ വാല്യൂ -5 ഇൻറ്റു ഇത് കോസ്റ്റ് ആണ്, ഇത് ഫംഗ്ഷൻ വാല്യൂ -5 ഇൻറ്റു 2 0 ഇൻറ്റു 0 0 ഇൻറ്റു 6 എഫ് ഈക്വൽ ടു -10 എന്ന് നമ്മൾ എഴുതുന്നു. ദെൻ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ഓർ നെറ്റ് എവാലുവേഷൻസ് -5 മൈനസ് ഇവിടെ എഴുതിയിട്ടുണ്ട് -5 മൈനസ് ഓഫ് കാൽക്കുലേഷൻ എന്താ -5 ഇൻറ്റു 1 0 ഇൻറ്റു 0 മൈനസ് ഓഫ് 0 ഇൻറ്റു 0. അടുത്ത് കഴിയുമ്പോൾ -3 പൊക്കത്തിൽ മൈനസ് ഓഫ് -5 ഇൻറ്റു 1 0 ഇൻറ്റു -3 0 ഇൻറ്റു 5. അടുത്ത് 0 മൈനസ് ഓഫ് -5 ഇൻറ്റു 1 0 ഇൻറ്റു -5 0 ഇൻറ്റു -3. പിന്നത്തത് 0 മൈനസ് ഓഫ് -5 ഇൻറ്റു 0 0 ഇൻറ്റു 0 0 ഇൻറ്റു 0 സബ്ട്രാക്ഷൻ ആണ്. അടുത്തത് 0 മൈനസ് ഓഫ് -5 ഇൻറ്റു 0 0 ഇൻറ്റു 0 0 ഇൻറ്റു 1. പക്ഷെ ഇതിൽ ഈ രണ്ടെണ്ണം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. കറസ്പോണ്ടിങ് ടു ദ ബേസിക് വേരിയബിൾസ് x1 x4 x5 ഇൻ ദ ബേസിസ് നമ്മൾ കണ്ടു. 0 ആയിരിക്കും നെറ്റ് എവാലുവേഷൻസ്, 3 zeros. മറ്റതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കാൽക്കുലേഷൻസ് ചെയ്തു, നമുക്ക് 2ഉം 5ഉം കിട്ടി. ഇഫ് ഓൾ ദ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ഓർ നെറ്റ് എവാലുവേഷൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ദെൻ ദ പ്രോസസ് ഈസ് ടെർമിനേറ്റഡ്. ഇവിടെ അത് സംഭവിച്ചു, ടെർമിനേറ്റ് ചെയ്തു. ഇത് നോക്കിയാൽ വാല്യൂ പറയാം. ബേസിസിലുള്ള വേരിയബിൾസിന്റെ വാല്യൂ റൈറ്റ് സൈഡ് നോക്കിയാൽ പറയാം. ബേസിസിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ 0. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുള്ളത്. മാക്സിമൈസേഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്, അതുകൊണ്ട് മാക്സിമം വാല്യൂ പറയണം. ഇവിടെ വേരിയബിൾസ് x1 x2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ x1 x2ന്റെ വാല്യൂ പറഞ്ഞാൽ മതി, മറ്റുള്ളത് എഴുതേണ്ടത് ആവശ്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രോബ്ലംസ് ശ്രദ്ധിച്ച് ചെയ്യുക. പല മെത്തേഡ്സിൽ ഡിഗ്രിയിൽ ഈ പ്രോബ്ലം പല കോളേജുകളിൽ പഠിച്ചിട്ടുള്ളവർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇനി മുതൽ ഈ തരത്തിലാണ് ചെയ്യുക. ചിലപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ ടേബിളിൽ ഫൈനൽ പറഞ്ഞ ഇവിടെ ഒരു സൈൻ ഡിഫറൻസ്, അത് നമ്മൾ എന്താ ചെയ്തതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് വീണ്ടും മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നത്. അതുതന്നെയല്ല നമുക്ക് ഈ സിംപ്ലക്സ് മെത്തേഡ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ സെക്കൻഡ് മോഡ്യൂളിൽ ഇൻഡിവിജ്വൽ ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ എടുക്കുക. നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആൻസേഴ്സ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ പ്രശ്നം ഉണ്ടാവും. മെത്തേഡൊന്നും തെറ്റായിട്ടല്ല, നിങ്ങളുടെ ആൻസേഴ്സ് കമ്പയർ ചെയ്താൽ വാല്യൂസിൽ ഡിഫറൻസ് തോന്നും. പിന്നെ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. താങ്ക് യു.